നയനത്തിന്റെ മറ്റൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ എല്ലാവരും കാപ്പിക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നയനയ്ക്കൊരു തലയേറ്റിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. അപ്പോഴേക്കും ചെറിയമ്മ എന്താ മോളെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നയന ഒന്നുമില്ല ചെറിയമ്മ, എന്തോ പോലെ ഒരു വല്ലായ്മ എന്ന് പറയുന്നു. ഈ സമയത്ത് നവ്യ ഗർഭിണിയല്ല, അവള് കള്ളത്തരം കാണിച്ചാണെന്നൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞതിന് ശേഷമൊക്കെയുള്ള ഒരു സന്ദർഭമാണ് കേട്ടോ ഇത്. അങ്ങനെ നയനയ്ക്ക് ഛർദ്ദിക്കാൻ വരികയാണെന്ന് പറയുന്നു. അങ്ങനെ ചെറിയമ്മ നയനയും കുട്ടി വാഷ് ബേസിന്റെ അടുത്തേക്ക് പോവാണ്. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ എല്ലാരും ഭയങ്കര ബേജാറായിട്ട് നിൽക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാരും പുറത്തൊക്കെ തടവി കൊടുക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മൂർത്തി അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലേഡി ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. നവ്യയെ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അവർ തന്നെയാണ് കേട്ടോ വന്നതിന് ശേഷം അവർ നാടിയൊക്കെ പിടിച്ചു നോക്കിട്ട് പറയാണ്, ഒരു സന്തോഷമുള്ള വിഷയം തന്നെയാണ്, നയന ഗർഭിണിയാണെന്ന് പറയുന്നു. ഇത് കേട്ടപാട് എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കാണ് കേട്ടോ. എന്നാൽ നവ്യയും ദേവയാനിക്കും ഈ ഒരു സന്തോഷമൊന്നുമില്ല. നവ്യാണെങ്കിൽ എല്ലാം പോയല്ലോ, അവളെക്കാളിലും മുമ്പേ ഞാൻ ഗർഭിണിയാണെന്ന് വിചാരിച്ചതാണ്, ഇതൊന്നും സാധിച്ചില്ലല്ലോ എന്ന് അവൾ ഓർക്കുന്നു. ഇതേ സമയത്ത് തന്നെ അഭിയാണെങ്കിൽ ഇനി ഇവളെ എങ്ങനെ പുറത്താക്കുമെന്ന് ആലോചിക്കാണ്. ജലജയാണെങ്കിലോ ഇത്രയും കാലം ഇവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആലോചിച്ച് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിപ്പോ എല്ലാം അവസാനിച്ചു. ഇനിയിപ്പം ഇവളെ എല്ലാരും തലയെ കൊണ്ട് നടക്കുമല്ലോ. എങ്ങനെയാലും പറഞ്ഞ് ദേവ്യാനിയെ കൊണ്ട് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയിക്കണം എന്ന് ജലജ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും ദേവ്യാനി ആകെപ്പാടെ അന്തം വിട്ടിങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുകയാണ്. കാരണം തലേ ദിവസം കൂടി ആദ്യം പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് അവളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, എനിക്കെന്നും വലുത് അമ്മ മാത്രമാണ്, അവളോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന കാര്യം ആദ്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഇവരെന്നെ ചതിക്കുകയാണല്ലോ എന്ന് ആദ്യനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കാറുണ്ടോ ദേവയാനി. അപ്പോഴേക്കും ദേവ്യാനി ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചമ്മിയ മുഖഭാവത്തിലും ഒരു തെറ്റീത ഭാവത്തിലും ഇങ്ങനെ തലകുണിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അനി ഓടി വന്നിട്ട് ഏട്ടാ കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശി പറയണ, എന്തായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. നവ്യ പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്നും അവളുടെ പേരിൽ കുഞ്ഞില്ലെന്നും പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഈ അനന്തപുരിയിൽ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകുന്നത്, മിടുക്ക എന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയും അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴേക്ക് മൂർത്തി പറയണ, എന്തായാലും അനന്തപുര തറവാടിന്റെ അടുത്ത അവകാശിയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മധുരമൊക്കെ വിതരണം ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അഭിയും ജലജയും നവ്യയൊക്കെ മുറുമുറുത്തോണ്ട് നിൽക്കുകയാണ്. അപ്പൊ തന്നെ മൂർത്തി പറയണേ, പെട്ടെന്ന് തന്നെ നയനമ്മളുടെ വീട്ടിലേക്ക് വിളിച്ചു പറ എന്ന് പറയുമ്പോഴേക്കും അനി ഞാൻ വിളിക്കാന്നും പറഞ്ഞിട്ട് നന്ദുനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ തന്നെ അവര് പലഹാരങ്ങളും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് 6 മണിക്കൂറിൽ തന്നെ അനന്തപുരിയിലേക്ക് എത്താണ് കേട്ടോ. അങ്ങനെ അവര് കയറി വരുന്നത് കാണുമ്പോ തന്നെ ജലജ പുച്ഛത്തോടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും മുഹൂർത്ത് തന്നെ നേരിട്ട് പോയിട്ട് വാ കയറി വാന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് വരുന്നു. നയനമോളെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കാണ് കേട്ടോ കനക. ഗോവിന്ദനും വന്നിട്ട് നയനമോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിക്കൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി അച്ഛന് ഈ വാർത്ത കേട്ടപ്പം. അച്ഛന്റെ മനസ്സെന്ന് അറിഞ്ഞു പറയാൻ കേട്ടോ. ദേവയാനാണെങ്കിലോ വലിയൊരു സന്തോഷമൊന്നും ഇല്ലാതെ ഇങ്ങനെ മാറി നിൽക്കാണ്. അത് കനകവും ഗോവിന്ദനും കാണുന്നുണ്ട്. എന്നിട്ട് അവര് പറയാണ്, എന്റെ മോളെ ഈശ്വരൻ അനുഗ്രഹിക്കും, ഇപ്പൊ എന്റെ മോളെ വെറുക്കുന്ന എല്ലാവരും എന്റെ മോളെ ഒരു നാൾ സ്നേഹിക്കും, അതുകൊണ്ട് മോള് ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ അവർ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. കാരണം ദേവയാനിയാണല്ലോ അങ്ങനെ അവർ പറയുന്നത്. അപ്പോഴേക്കും മൂർത്തിയും മുത്തശ്ശിയും കൂടെ പറയാണ്, നിങ്ങളെ പേടിക്കണ്ട, നയനമോളുടെ വയറ്റിലുള്ളത് ഈ വീടിന്റെ അടുത്ത അനന്തരാവകാശിയാണ്, അതുകൊണ്ട് തന്നെ ഇവളുടെ കുഞ്ഞ് ഇവിടുത്തെ സ്വർഗതുല്യമായ രീതിയിൽ വളരുള്ളൂ. നയനമോളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്, അവളുടെ നല്ല മനസ്സിന് ഈശ്വരൻ നന്മ മാത്രമേ കൊടുക്കുള്ളൂ, അതുകൊണ്ട് ആരും പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് ഫുഡ് പറയുമ്പോൾ വേണ്ടെന്ന് പറയാണ്. ദേവേന് പറയാണ്, ഇത്ര ദൂരം വന്നതല്ലേ, സന്തോഷമായ കാര്യം പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട് ദേവേനോട് ഇരുന്ന് കഴിക്കാൻ പറയാണ്. ഇത് കേട്ട് എല്ലാരും ഒന്ന് അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം അവര് ആദ്യമായിട്ട് ഇരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ അവർക്ക് ചെറിയമ്മ വന്ന് ജാനകി വന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് വയറുനിറച്ച് ആഹാരം കഴിച്ച് ഒരുപാട് സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ അവർ മടങ്ങിപ്പോകുന്നത്. മടങ്ങിപ്പോയി വീട്ടിൽ ചെന്നിട്ട് അവർ പറയാണ്, എങ്കിലും അവര് വിളമ്പി തന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ഗോവിന്ദൻ പറയാണ്, ഒരു പക്ഷെ അവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അവർ മനസ്സ് മാറി സ്നേഹിക്കാൻ തുടങ്ങി കാണുമോ. അപ്പൊ കനകൻ പറയാണ്, അങ്ങനൊന്നും മാറുന്ന കൂട്ടത്തിലുള്ളവരല്ലല്ലോ അവര്, പിന്നെ എന്തായിരിക്കോ സംഭവിച്ചത്. എന്തായാലും എന്റെ മോളെ കാത്തോണ ദൈവമേ. പിന്നെ ആ മൂർത്തിയും ആ മുത്തശ്ശിയൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. നവ്യ കണ്ടോ, നമ്മളവള് ചെന്നതിന് ശേഷം അവൾ ഒരു വാക്കിൽ നമ്മളോട് മിണ്ടിയോ, ഒരക്ഷരമില്ല അവൾ പറഞ്ഞോ. നയനമോൾ അടുത്തേക്ക് നമ്മൾ പോയിട്ട് അവളെ നോക്കിയപ്പോ നമ്മുടെ മുഖത്തോട് പോലും നമ്മൾ നോക്കിയിട്ടില്ല. നയനമോള് ഗർഭിണിയായതുപോലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൾ മുഖം കറുപ്പിച്ച് നിന്നത് കണ്ടില്ലേ, അവൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്, അവൾ എന്റെ വീട്ടിൽ തന്നെ പിറന്നാണോ എന്ന് കനകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് അനന്തപുരിയിലാണ്. എല്ലാരും ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അങ്ങനെ നയന മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ആദർശ് പുറകെ ചെല്ലാണ്. എന്നിട്ട്
എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നയന പറയാണ് എനിക്കും എന്ന് ഈശ്വരൻ തന്ന വരദാനമാണ് ഇതെന്ന് പറയാണ്. ആദർശ് പറയാണ് അമ്മയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു പറയുന്നു. അപ്പോഴേക്കും നയന പറയാണ് എല്ലാ തവണയും ആദർശേട്ടൻ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കുന്നത് ഒഴിവാക്കി, എന്നോട് സ്നേഹിക്കുന്നത് ഒഴിവാക്കി, അങ്ങനെ പല കാര്യങ്ങളും ഒഴിവാക്കി. ഇനി അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇതും ഒഴിവാക്കാൻ ആദർശേട്ടൻ പറയുമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് അത്രയ്ക്കും ക്രൂരനാണെന്നാണോ ഞാനെന്ന് നീ ഓർത്തിരിക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്റെ കുഞ്ഞാണല്ലോ നിന്റെ വയറ്റിലുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു കാലത്തും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനയുടെ കയ്യില് പിടിച്ചിട്ട് ഈ കൈ ഒരിക്കലും ഞാൻ വിടില്ല, ഇത് എന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ആദർശ് വയറിൽ തൊടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനി ഇതും കേട്ടിട്ട് അവർ വാതിക്കൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന അയ്യോ അമ്മയോ, അമ്മ ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഇങ്ങനെ കയറി വരാൻ കേട്ടോ. എന്നിട്ട് പറയാണ് എന്നോട് മോള് ക്ഷമിക്കണം, ഇത്ര നാളും മോളേക്ക് ദേഷ്യം തന്നെയായിരുന്നു. പക്ഷെ ആദർശിന്റെ കുഞ്ഞ് വയറ്റിലായെന്ന് അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ നിന്നോടുള്ള സ്നേഹം എന്നോട് കള്ളത്തിനും പറഞ്ഞ് അവൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ നിന്നെ ഒരുപാട് ഇഷ്ടമുണ്ട്. ഇനി ഞാനിട്ട് ഒരു തടസ്സത്തിനും വരില്ല എന്ന് ദേവയാനി പറയുന്നു. അങ്ങനെ ദേവയാനി എന്നിട്ട് പറയാണ് ഇനി ശരീരമൊക്കെ സൂക്ഷിക്കണം. പിന്നെ ജലജയും നവിയും അബിയും എന്ത് തന്നാലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. അടുക്കളയിൽ നിന്നും ജാനകിയോ ഞാനോ മുത്തശ്ശി തരുന്ന മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ മതി. പിന്നെ മോൾ ഒരുപാട് കഷ്ടപ്പെടാനോ അടുക്കളയിൽ കയറാനോ ഒന്നും നിൽക്കണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. പിന്നെ അടുത്ത മാസം നല്ല ചെക്കപ്പ് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത്, സ്കാനിങ്ങിനും എല്ലാത്തിനും ആദർശവും ഈ അമ്മയും കൂടെ കാണും എന്നൊക്കെ ദേവയാനി ഭയങ്കര അധികാരത്തോട് പറഞ്ഞിട്ട് നയനയുടെ നെറ്റിയിൽ ആദ്യമായിട്ടൊരു ഉമ്മ കൊടുത്തിട്ട് പോവാണ്. അപ്പോഴേക്കും നയനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. ആദർശേട്ടാ ഞാൻ ഈ കണ്ടൊക്കെ സത്യമാണോ സ്വപ്നമാണോ ചോദിക്കുമ്പോ സത്യം തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മയുടെ മനസ്സ് ഭയങ്കര പാവമാണ്, പക്ഷെങ്കില് അമ്മയുടെ മനസ്സിൽ നിന്റെ അമ്മയുണ്ടായ ദേഷ്യമാണ് ഇത്ര നാളും അങ്ങനെ പുറത്തായിക്കൊണ്ടിരുന്നത് എന്ന് പറയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോന്നു. നയന നല്ലൊരു ആൺകുട്ടിയെ തന്നെ പ്രസവിക്കാനട്ടോ. അങ്ങനെ പ്രസവിച്ച് നഴ്സ് കൊണ്ടുവരുമ്പോ തന്നെ ആ കുഞ്ഞിനെ കൊടുക്കുന്നത് ദേവ്യാനിയുടെ കൈകളിലേക്കാണ്. ദേവ്യാനി ആ കുഞ്ഞിനെ ഇങ്ങനെ ഉമ്മ വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ജലജ ആ ഹോസ്പിറ്റലിലേക്ക് ഓടി വന്നിട്ട് ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുക്കാനട്ടോ. ആ കുഞ്ഞ് ദൂരെ പോയി തെറിച്ചു വീഴുന്നു. പെട്ടെന്ന് തന്നെ ദേവയാനി ചാടി എഴുന്നേക്കാണ്. ഇത് ഹിന്ദിയിലാണ് കേട്ടോ ഈ ഒരു കഥയുള്ളത്. ശരിക്കും ദേവേനി സ്വപ്നം കാണുകയായിരുന്നു. നമ്മളിപ്പോ കാഴ്ചക്കാരെല്ലാം ശരിക്കും ഒന്ന് ത്രില്ലടിപ്പിച്ച് ഞാനൊക്കെ നല്ല ത്രില്ലടിച്ചിരുന്ന് കണ്ട ഒരു എപ്പിസോഡായിരുന്നു. ഈ ഒരു സീൻ നടക്കുന്നത് ഏകദേശം ഒരു 3-4 ദിവസമായിട്ടാണ് കേട്ടോ, ഒരാഴ്ചയോളം നീണ്ടാണ് ഈ ഒരു സീൻ നടക്കുന്നത്. അങ്ങനെ ഇവള് ഗർഭിണിയാന്നിട്ട് ഒരു 5 ദിവസമായിരിക്കും ഏകദേശം ഒരു എപ്പിസോഡ് നടക്കുക. ലാസ്റ്റ് ആണ് ഇതൊരു സ്വപ്നമാണെന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ പ്രേക്ഷകരിൽ ഒരുപാട് അങ്ങ് പ്ലിങ് ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ സത്യമാണെന്ന് വിചാരിച്ചു. ഞാനുടെ കുഞ്ഞിനെ കൈകളിൽ നിൽക്കുന്ന അവളെയും അതുപോലെ തന്നെ നയനയുടെ നെറ്റിയിൽ ഉമ്മോടുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ദേവിയുടെ സ്വപ്നമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ട ശേഷം ദേവിയുടെ മനസ്സ് ആകെപ്പാടെ അസ്വസ്ഥമാണ്. കാരണം ആ ഒരു കുഞ്ഞിനെ കണ്ട് അതിന്റെ ഒരു ചിരി കണ്ടപ്പോൾ തന്നെ ദേവിയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷം തോന്നിക്കുകയാണ്. നയനയുടെ ആ ഒരു സന്തോഷവും അതുപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള സന്തോഷവും നിമിഷവും. നയന ഗർഭിണിയാകുമ്പം അവളുടെ വയറ് വലുതായി വരുമ്പോൾ തോറും ദേവിനെ അത് കണ്ട് കൊതിക്കുകയൊക്കെ ചെയ്യുന്നതും ആ കുഞ്ഞിനെ കൈകളിൽ ഇങ്ങനെ കൂറുക തന്നെ ആ കുഞ്ഞിനെ ഓർത്ത് തന്നെ ഇങ്ങനെ ദേവേനെ കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവേനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതിന് ശേഷം ദേവേനിക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.